രഞ്ജിത്തോട്ടെ, ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഇവർ സയൻസിനെയും ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയുള്ള സംവാദമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ ദൈവത്തെ കാണിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞുള്ള സംവാദങ്ങൾ നടക്കുന്നു. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം ചേട്ടൻ. തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ മഹേഷ് ജി പറഞ്ഞതുപോലെ, പ്രജിത്ത് പറഞ്ഞതുപോലെ, കുട്ടികളുടെ വിശ്വാസത്തെ ഇവർ അടിച്ചില്ലാതാക്കുകയാണ്, എന്നിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇവരെ പോലുള്ള കുറച്ച് തലമുറ ഇത് കാണുമ്പോൾ ഇവർ പറയുന്നതിലും എന്തെങ്കിലും കാര്യമില്ലേ, എൻ്റെ മതവിശ്വാസത്തിനേക്കാൾ കുറച്ചുകൂടെ ആധികാരികമാണോ ഇത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ. കാരണം ഈ കുട്ടികൾക്ക് മതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഏറ്റവും പൊട്ടത്തരമാണ് പറയുന്നത് മുഴുവൻ. മൈക്രോസ്കോപ്പ് വഴി ദൈവത്തിനെ കാണാൻ പറ്റുമോ, മഴ പെയ്യിക്കുന്നത് ദൈവമാണ്, പിന്നെ ദൈവം നിങ്ങൾക്കൊന്നും സാധിച്ചു തരാമെന്ന് ദൈവം പറയുന്നില്ല. അപ്പോൾ കുട്ടികൾ പറയുന്നത് പിന്നെ ദൈവത്തിന് വിളിക്കുന്നതിനാ? അല്ല, ദൈവം നിങ്ങൾക്ക് ഒരു വാഗ്ദാനവും തരുന്നില്ല, ദൈവം നിങ്ങളെ കഷ്ടപ്പെടുത്തുക. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. ദൈവത്തിന് നിങ്ങളുടെ ഭൂമിയിലെ ജീവിതകാലം നിങ്ങളെ പരീക്ഷിക്കാനുള്ളതാണ്. ആ പരീക്ഷണം നിങ്ങളെ പലതരത്തിലും വരും. അവിടെയും ഞാൻ പറയുന്നു, ആ ഒരു വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ചീത്ത ഭരണാധികാരിയെ കൊണ്ട് നിങ്ങളെ പരീക്ഷിപ്പിക്കും. എവിടേക്കാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ രോഗം കൊണ്ട്, ദുരിതം കൊണ്ട് നിങ്ങളെ സാമ്പത്തികമായി പരീക്ഷിക്കും. പക്ഷെ നിങ്ങൾ അതിൽ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് മരണാനന്തരം നിങ്ങൾക്ക് അവിടെ എത്താം. അവൻ പിന്നീട് നിങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊള്ളും. രണ്ട് കാര്യം കൂടെ, നേരത്തെ മഹേഷ് ജി പറഞ്ഞതുപോലെ, ഞങ്ങൾ മതപ്രചരണം നടത്തുന്നില്ല, മതം മാറ്റം നടത്തുന്നില്ല എന്ന് പറയുന്ന ഈ മതത്തിൻ്റെ ഒരു കാര്യം, ഈ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ഒരു ചാനലുണ്ടല്ലോ കേരളത്തിൽ. ആ ചാനൽ 1.5 വർഷം മുമ്പെന്തോ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അതായത് ഇസ്ലാമിൽ നിന്ന് ഹിന്ദുവിലേക്ക് കൺവെർട്ട് ചെയ്തത് ആകെ 212 പേർ. ഹിന്ദുവിൽ നിന്ന് ഇസ്ലാമിലേക്ക് അതേ കാലഘട്ടത്തിൽ കൺവെർട്ട് ചെയ്തത്, മതം മാറിയത് 1472 പേർ. അതിൽ 1055 പേർ സ്ത്രീകൾ. ഒരു 10 വർഷത്തെ കാലയളവ്, തൊട്ടുപുറകെ നോക്കിയാൽ 10 വർഷത്തെ കാലയളവിൽ ഹിന്ദുക്കളിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് ഹിന്ദുക്കളിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് 276 പേർ. അതേ കാലഘട്ടത്തിൽ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലെ കൺവെർട്ട് ചെയ്തത് വെറും 36 പേർ. അതിൽ 28 പേരും സ്ത്രീകൾ. അപ്പോൾ ഇതിൽ എവിടെയാണ് ഈ പറയുന്ന മതമാറ്റം നടക്കുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ പറയുന്നത്, പോകുന്നതിൻ്റെ ബഹുഭൂരിപക്ഷം ആരും നമ്മൾ മനസ്സിലാക്കിയല്ലോ. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, അങ്ങനെ എത്രയോ പെൺകുട്ടികൾ കേരളത്തിൽ ഈ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ പോയിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആടുമേയ്ക്കാനൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുതിയൊരു ജിഹാദി രീതിയാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ നമ്മൾ ഈ ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിലടക്കം വന്ന എത്ര സ്ത്രീകളാണ് തങ്ങൾ അബദ്ധം പറ്റിപ്പോയി ഇതിലേക്ക് മാറിയതെന്നുള്ളത്. കാരണം മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ കേട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുറിക്കകത്തൊരു പർദ്ദയും അണിയിച്ച് ആ മുറിക്കൊന്ന് വെളിയിറങ്ങാൻ സമ്മതിക്കാത്ത വീട്ടുകാരുടെ ആ അവസ്ഥയിൽ ജീവിക്കുകയാണ് അവരൊക്കെ. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, നമ്മുടെ ഇതൊരു മതേതര സ്വഭാവമുള്ള രാഷ്ട്രമാണ്. ഇവിടെ ഏതെങ്കിലും വിശ്വാസം ആരെയും അടിച്ചേൽപ്പിക്കേണ്ട സാഹചര്യമില്ല. അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഇതേ വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് എവിടെയൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സ്വാഭാവികമായും എതിർ ശബ്ദങ്ങൾ ഉയരുകയും സാമൂഹികമായി വലിയ തോതിലുള്ള സ്പ്ലിറ്റ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ ജിഹാദി ശക്തികൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണം